അപ്പൊ നോക്കുക, ഈ മൂന്ന് കൂട്ടരും അസ്വസ്ഥരാണ്. കമ്മീഷൻ ഏജൻസ് കരുതുന്നത് അവരുടെ ജോബ്ലെസ്, അവരുടെ പണി പോകും എന്നാണ് അവർ കരുതുന്നത്. കാര്യം കർഷകന് സ്വയം ഇത് ചെയ്യാമെങ്കിൽ പിന്നെ കമ്മീഷൻ ഏജൻസിന്റെ കാര്യമില്ല. സംസ്ഥാന സർക്കാരുകൾ കരുതുന്നത് അവര് നടത്തിക്കൊണ്ടു പോകുന്ന ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ് അഥവാ മണ്ഡി മാർക്കറ്റ്, ഈ മാർക്കറ്റുകൾ ക്രമേണ ദുർബലപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകന് ഈ മണ്ഡി മാർക്കറ്റിന് പുറത്ത് സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കുമ്പോൾ അവിടെ ടാക്സോ നികുതിയോ സെസ്സോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ആകർഷകമാവുകയും പ്രൈവറ്റ് പ്ലേയേഴ്സ് ഈ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുകയും കർഷകന് കൂടുതൽ അധികാരവും അവകാശവും വരികയും അതുപോലെ തന്നെ സ്വകാര്യ സംരംഭകർക്കും പുറത്തു നിന്നുള്ള ആളുകൾക്കും ഒക്കെ ഇത് കൂടുതൽ ഈ കാര്യത്തിൽ ഒരു സേ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു അധികാരം ഉണ്ടാവുക, ഒരു അവകാശം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് സ്വാഭാവികമായിട്ടും കമ്മീഷൻ ഏജൻസോ സർക്കാരോ ഇത് രണ്ടും നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോ ധനിക ഭൂവുടമ വർഗങ്ങളോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർക്ക് നല്ല രീതിയിൽ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ ശേഷിയുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് കർഷകന് വന്നേ പറ്റുള്ളൂ. ഈ റോഡുകളിലേക്കും തെരുവുകളിലേക്കും കർഷകൻ എത്തുന്നത് പൂർണ്ണമായും അവന്റെ ആഗ്രഹം കൊണ്ടാവണമെന്നില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വാങ്ങലും വിൽപ്പനയും ഒക്കെ ഇന്ത്യയിൽ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇപ്പോഴും അല്ല, അതെല്ലാം സുതാര്യമാക്കുകയാണ്. ഇപ്പൊ കേരളത്തിന് കുറച്ച് പച്ചക്കറി വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് ഇടനിലക്കാരുമായിട്ട് ബന്ധപ്പെടാം. ഇപ്പൊ കേരള ഗവൺമെന്റ് തന്നെ പല സാധനങ്ങളും ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ പോയി വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് കർഷകനുമായി ബന്ധപ്പെടാം എന്നുള്ളതാണ് ഈ പുതിയ കാർഷിക പരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനം. അല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ മെന്നുമായിട്ടാണ്. മിഡിൽ മെൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു കടപ്പുറത്ത് ഒരു വല എടുക്കുമ്പോൾ, മത്സ്യം പിടിച്ച് എല്ലാം കൂടെ എടുക്കുമ്പോൾ അവിടെ നടക്കുന്ന ആദ്യത്തെ ഒരു വിലപേശൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ മീൻ പിടിച്ചുകൊണ്ട് വന്നവർക്ക് എത്ര കിട്ടുന്നു, മധ്യവർത്തികൾക്ക് എത്ര കിട്ടുന്നു, കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് എത്ര കൊടുക്കേണ്ടി വരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഇതിനിടയിലുള്ള കൊമ്പൻ ചൂഷണം നിങ്ങൾക്ക് മനസ്സിലാകും. പലപ്പോഴും ഈ കർഷക തൊഴിലാളികൾക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ കൃഷി തൊഴിലാളികൾക്കോ ഒന്നും തന്നെ ഈ മിഡിൽ മെന്റെ പിടിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഗവൺമെന്റ് ഒരുപാട് സൗജന്യങ്ങൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. വെള്ളം, വളം, വെളിച്ചം, വിത്ത്, അതുപോലെ തന്നെ സബ്സിഡികൾ, വിദ്യുത് ശക്തി, ഇതെല്ലാം തന്നെ കുറഞ്ഞ നിരക്കിലോ സൗജന്യമായിട്ടോ മിക്കവാറും എല്ലാ ഗവൺമെന്റുകളും കൊടുക്കും. ഒരുപാട് വിള ഇൻഷുറൻസുകൾ, പെൻഷനുകൾ എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും തന്നെ കർഷകർക്ക് പൂർണ്ണമായ ഒരു ഫിയർലെസ് ആയിട്ട് അല്ലെങ്കിൽ ആശങ്കകളില്ലാതെ കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് സമയാസമയം പൈസ ആവശ്യമുണ്ട്. ഈ പൈസ എത്തിക്കുന്നത് മിഡിൽമെനാണ്. അപ്പൊ ഒരിക്കൽ നിങ്ങൾ ഒരാളെ നിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാനും, അയാൾ പറയുന്നത് കൃഷി ചെയ്യാനും, അയാൾ പറയുന്ന മീൻ പിടിക്കാനും, അയാൾ പറയുന്ന ചിരിക്കാനും വരെ നിർബന്ധിതമായി ഇതാണ്. അതാണ് ഇന്ത്യൻ കർഷകൻ ഉൾപ്പെട്ടിട്ടുള്ള ഡെറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഏതാണ്ട് 80% ഇന്ത്യൻ കർഷകർ, പഞ്ചാബിൽ പോലും 80% ആളുകൾ കടക്കണിയിലാണ്. കടക്കണി എന്തിനെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്? അത് പലപ്പോഴും മനുഷ്യൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനം. നിലവിലുള്ള അവസ്ഥയിൽ കർഷകൻ സംതൃപ്തനല്ല, അവന്റെ സ്ഥിതി വളരെ മോശമാണ്, അവൻ ഡിപ്പെൻഡന്റ് ആണ്, അവൻ വൻതോതിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത് മാറ്റാനുള്ള ഒരു ശ്രമം ആണ് ഈ ബില്ലുകളിലൂടെ വരുന്നത്. പക്ഷെ അതിനെയും ഒബ്ജക്റ്റ് ചെയ്യേണ്ടുന്ന അവസ്ഥ ഇന്ത്യൻ കർഷകന് വന്നിരിക്കുന്നത്. ഇന്ത്യൻ കർഷകൻ യഥാർത്ഥത്തിൽ അവന്റെ വിജയത്തിന്റെ ഇരയാണ്. അവന്റെ വിജയത്തിന്റെ ഇരയായതുകൊണ്ട് തന്നെ അവന്റെ മോചനത്തിനെതിരെയും സംസാരിക്കാൻ അവന് ബാധ്യത ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് അവൻ എന്നുള്ളത്. കർഷകന്റെ ദയനീയാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവാദം.